പണ്ഡിതന്മാർ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വല്ലതും തടഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് അല്ലാഹുവിൽ നിന്നുള്ള അതാ ആണ്, അല്ലാഹുവിൽ നിന്നുള്ള ദാനമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തടയപ്പെടുന്നില്ല. ആ തടയപ്പെടുന്നതിലും മറ്റൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഫഇന്നഹു ലം യംനഅക ബുഖ്ല, പിശുക്കുകൊണ്ടല്ല അല്ലാഹു തരാതിരുന്നത്. അല്ലാഹു ഫഖീറല്ല. അത് യഹൂദരുടെ വാദമാണ്. പിശുക്കുകൊണ്ടല്ല അല്ലാഹു നിങ്ങൾക്ക് നൽകാതിരുന്നത്, ദുർബലത കൊണ്ടുമല്ല. ഫഇന്നഹു മനഅക ലുത്ഫാ, നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ് ചിലത് നിങ്ങൾക്ക് നൽകാതിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ വീട്ടിലെ രോഗിക്ക് ചില ഭക്ഷണം തടയുന്നത്, ആ ഭക്ഷണം അയാൾക്ക് നൽകുന്നത് അങ്ങനെ നൽകിയാൽ നിങ്ങൾ പാവപ്പെട്ടവരായി പോകുമെന്ന് കരുതിയിട്ടാണോ? പിശുക്കുകൊണ്ടാണോ? നിങ്ങളോട് കാരുണ്യമില്ലാഞ്ഞിട്ടാണോ? അല്ല. ചില ഭക്ഷണം രോഗികൾക്ക് തടയുന്നത് അവരോടുള്ള കാരുണ്യമാണ്, അവരോടുള്ള റഹ്മത്താണ്. കാരണം ചില ഭക്ഷണം ചില സമയങ്ങളിൽ ചിലർക്ക് അനുയോജ്യമല്ല. എന്നതുപോലെ അള്ളാഹുവിന്റെ ചില അനുഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് തടയുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ ഇന്നാലിന്ന അടിമക്ക് ഇന്നാലിന്ന സമയത്ത് അനുയോജ്യമല്ല എന്ന് റബ്ബിനറിയാം. കാരണം അല്ലാഹു ലത്തീഫാണ്, നിഗൂഢമായ രഹസ്യങ്ങൾ ഉള്ളവനാണ്, രഹസ്യങ്ങൾ അറിയുന്നവനാണ്. അതോടൊപ്പം സൃഷ്ടികളോട് ദയാവായ്പുള്ളവനാണ്.